ലെറ്റ്സ് ഗോ. അങ്ങനെ നമ്മുടെ കൈസ് നമ്മൾ റൂമിൽ പോയി ഫ്രഷപ്പായി ഫുഡെല്ലാം കഴിച്ച് ഇപ്പം നമ്മൾ ഏർക്കാട് ടൗണിൽ നിന്ന് ഒരു 5-6 കിലോമീറ്റർ ദൂരമുള്ള സ്ഥലത്തേക്ക് പോകണം. മഞ്ചക്കുട്ടൈ വ്യൂ പോയിന്റ്. അത് തന്നെ എൻ്റെ ലൊക്കേഷൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇവിടെ വ്യൂ അടിപൊളി വ്യൂ ആണ്. ग्लास में सभी लोग ग्लास में फेलो राइडर्स आ रहे हैं. फेलो राइडर्स चलना. Hi guys. Don't subscribe, don't like, don't comment. इनके स्पेक्स तरला. Double subscribe, double like, double comments, double. അടിപൊളി വ്യൂ പോയിന്റ് ഉണ്ട്. പക്ഷെ അവിടെ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ഫ്രണ്ടിലേക്ക് പോയിട്ട് അവിടെ കുറച്ച് കാലിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ടുണ്ട് എക്സ്പ്ലോർ ചെയ്ത് കുറച്ച് നേരം ഇരിക്കാം. ഗുഡ് മോർണിംഗ്. രാവിലെ ഏകദേശം 7 മണി 7:30 കഴിഞ്ഞു. പക്ഷെ എല്ലാവരും എഴുന്നേറ്റ് ഫ്രഷപ്പായി. അതിനു മുമ്പ് ഞങ്ങൾ താമസിച്ച പ്രോപ്പർട്ടി കാണിച്ചു തരാം. ഞാൻ ഇവിടെ ഇതുപോലത്തെ ഒരു 2-3 സെയിം സിമിലർ കോട്ടേജാണ് ഉള്ളത്. ഇറ്റ്സ് നോട്ട് എ ബിഗ് കോട്ടേജ് ആൻഡ് ഓൾ, ബട്ട് ഫോർ 1 or 2 days ഇറ്റ്സ് ഫൈൻ. ക്യാമ്പ് ഫയർ നമുക്ക് സെറ്റ് ചെയ്യാമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഞങ്ങളത് ലാസ്റ്റ് ടൈം അത് ക്യാൻസൽ ലാസ്റ്റ് മൊമെന്റിൽ. ക്യാമ്പ് ഫയർ അവിടെ ഒരു ഫ്രീ ആയിട്ടുള്ള കുറച്ച് ഏരിയ ഉണ്ട്. അവിടെയാണ് ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്യാന്ന് പറഞ്ഞത്. ഏർക്കാട് ടൗണിൽ നിന്ന് ഒരു 500 meters മാറിയിട്ടാണ്. അത്ര ദൂരമൊന്നുമില്ല. അവിടെ തൊട്ട് മുമ്പ് തന്നെ റോഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതാണ് ഞങ്ങൾ താമസിച്ച വില്ല ആണോ റിസോർട്ടോ ആണോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ല. കൈൻഡ് ഓഫ് വില്ല ഓൺലി. ബോയ്സ് എല്ലാം വാമപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വണ്ടി ഇനി കോഫി കുടിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചതിന് ശേഷം ഒരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. ഒരു വ്യൂ പോയിന്റ് ഒക്കെ ഉള്ള റെസ്റ്റോറൻ്റ് ആണ്. അപ്പോൾ അവിടേക്കാണ് പോണത്. നേരെ അവിടുന്ന് കാണാം. സ്പെഷ്യൽ അപ്പിയറൻസ് വെറുതെ എനിക്ക് இன்னைக்கு இவர்தா இன்ட்ரோ எல்லாம் கொடுக்க போறேன். நானா இன்ட்ரோ? ஆமா. ஐயோ. ഇപ്പൊ നമ്മള് ഏർക്കാട് ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ മാറിയിട്ട് സ്കൈ റോക്ക് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറന്റിലേക്ക് വന്നേക്കണേ. കാണുന്നില്ല പിറകില്. ഇവിടെ വ്യൂ എല്ലാം കിട്ടുവാണ് കേട്ടോ. പിറകില് ഞാൻ കാണിച്ചു തരാം. സേലത്ത് നിന്ന് ഏർക്കാടേക്ക് വരുമ്പോൾ ഉള്ള ഓൺ ദ വേ ആണ്. നമ്മളെ സേലം ടു ഏർക്കാട് ഘാട്ട് സെക്ഷനൊക്കെ കഴിഞ്ഞിട്ടുള്ള ഏരിയ ആണ്. അപ്പോൾ അതിൽ തന്നെയാണുള്ളത് സ്കൈ റോക്ക. എല്ലാവരും ഭയങ്കരമായിട്ട് സജസ്റ്റ് ചെയ്യുന്ന സ്ഥലമാണ്. പോയി നോക്കട്ടെ എന്തായാലും. മറ്റേ ഫുഡാണ് പറഞ്ഞില്ല, ഇവിടുത്തെ വ്യൂ ആണ് അടിപൊളി എന്നാണ് കേട്ടത്. ഉള്ളിൽ പോയിട്ട് നോക്കാം നമുക്ക്. എല്ലാവരും തിരിച്ചു വരുന്നുണ്ടല്ലോ. ചെറിയൊരു പ്രശ്നമുണ്ട്, നമുക്ക് എൻട്രി ഇല്ല. അവിടെ നമ്മൾ പ്രീ ബുക്കിംഗ് ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളിൽ വ്യൂ പോയിന്റ് ഒക്കെ ഉള്ളൂ. വെച്ച് കുറേ തള്ളിയതൊക്കെ വേസ്റ്റായി. എന്തായാലും ഞാൻ ഇവിടെ നിന്നുള്ള വ്യൂവും കാര്യങ്ങളും കാണിച്ചു തരാം. ലംബാവാലോ ആകാം ചാൻസ്. Guys. Hey guys. Assist to them. Magic trick. और आपका वैवाहिक जीवन कैसा चल रहा है? क्या कर रहे हो? अखिल कैमरा इंडिया एंगल इपड़े मत है. ए भाई और एक मैजिक ट्रिक तो ये शूट करे. आ रहा इधर ऐसा करेगा, इसके अंदर हाथ रख, करंट आएगा. डाल समझे देख ले. അവിടെ പോയി കാപ്പി കുടിക്കാൻ കാശില്ലാത്തോണ്ട് അവിടെ പോയി കുടിക്കാൻ കാശില്ലാത്തോണ്ട് சீரியஸ் என்ன ஆச்சாங்க? ப்ரீ புக் பண்ணுமா? புக்கே பண்ணிட்டேன்.
ஃபர்ஸ்ட் சாப்பிட்டு அப்போ நம்ம நடக்கணும். இவங்களை பார்த்தே அவர் இல்லை, இது இவருக்கெல்லாம் கொடுக்க மாட்டேன் அப்படின்னு சொல்லிட்டு துரத்திட்டேன். और कौशिक भाई भी है, अरुण भाई बंदा जो लीड कर रहा था पहला वाला जब आ रहे थे, यही है वो बंदा जो सुपर फास्ट राइडर है. ഓക്കെ, നമുക്ക് ഇവിടെ ഇതൊക്കെ വ്യൂ പോയിന്റ് ആണെന്ന് തോന്നുന്നത്. ലേഡീസ് സീറ്റ് എന്നാണ് പേര്. നമ്മളെ ഏർക്കാട് ടൗണിൽ നിന്ന് ഒരു 2 കിലോമീറ്റർ ഉത്തനായി രേഖാനാ ഒരു 2 കിലോമീറ്റർക്ക് ഉള്ള ഒരു സ്പോട്ടാണ് വീഡിയോയില്. Hello guys. Everybody knows you. You were in the last previous video. Everybody means the people who watches. 4 or 5 people. Our people. Our people. Guys, View दिखाता हूँ यार. what's the view now? Change कर दो. Cinematic. ഇവിടെ നമ്മളെ ടൈമെല്ലാം കഴിഞ്ഞ് ഇവിടെ നമ്മളെ ഒരു അരമണിക്കൂർ അത്രയ്ക്ക് സ്പെൻഡ് ചെയ്യാനുള്ള, അങ്ങനെ ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്യാന്നുള്ള വ്യൂ പോയിന്റ് ഉണ്ട് 1-2. പിന്നെ നല്ല ക്രൗഡാണ്, പിറകിലൊക്കെ ക്രൗഡുണ്ട്. അതുകൊണ്ട് നമ്മൾ അധികം നേരം നിൽക്കുന്നില്ല. പീസ്. ഫോട്ടോ സെഷനും കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കട്ടോ. ആ കാണണം കേട്ടോ, നമ്മൾ ഏർക്കാടിൻ്റെ താഴെയുള്ള നമ്മളെ കുറച്ച് വില്ലേജ് ഏരിയ, അത് താഴെ വേറെ ഏതൊക്കെ ടൗൺഷിപ്പും കാര്യങ്ങളൊക്കെ. നമ്മൾ നേരത്തെ ലേഡീസ് സീറ്റ് കണ്ട സെയിം വ്യൂ ഒക്കെ തന്നെ ഏകദേശം. അങ്ങനെ നമ്മളെ ഏർക്കാട് റൈഡ് കഴിഞ്ഞു. നമ്മൾ റൂമിൽ നിന്ന് വെക്കേറ്റ് ചെയ്തു. അതാ നമ്മളിപ്പോൾ തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ടൈം ഈസ് അറൗണ്ട് 1 o'clock, 12:45 ആയി. സോ വി ഹാവ് ടു സ്റ്റോപ്പ് ഇൻ ബിറ്റ്വീൻ ഓൾസോ ഫോർ ലഞ്ച്. സോ ലെറ്റ്സ് ഗോ. നമ്മളിപ്പം ഏർക്കാട് കഴിഞ്ഞു കേട്ടോ. ഏർക്കാട് നിന്ന് കൃഷ്ണഗിരി ബാംഗ്ലൂരിലേക്കുള്ള ഹൈവേയിലാണുള്ളത്. നമ്മൾ ഇത്തവണ പോകുന്ന സേലം വഴിയല്ല, വേറൊരു ഘാട്ട് സെക്ഷൻ വഴിയാണ്. ആ വഴി ഓൾറെഡി നമ്മൾ വന്നതായതുകൊണ്ട് നമ്മൾ അവോയ്ഡ് ചെയ്തു. ഇത് കുറച്ചുകൂടി ഷോർട്ടസ്റ്റ് വേ ആണ്, ഒരു 40 കിലോമീറ്റേഴ്സോളം കുറവാണ്. റോഡ് കുറച്ച് മോശമാണെന്നൊക്കെയാണ് കേട്ടത്. നോക്കാം, നമുക്ക് എന്തായാലും ബൈക്കേഴ്സ് ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാകത്തില്ല. വലിയ വണ്ടികൾക്ക് കാറിനൊക്കെ പോകാൻ ബുദ്ധിമുട്ടാകുന്നതുകൊണ്ട് ബൈക്കിന് കുഴപ്പമില്ല എന്നാണ് കേട്ടത്. നമ്മൾ ഒരുപാട് റീറൂട്ടൊക്കെ ചെയ്തിട്ട് വന്നു, പക്ഷെ വന്നതിന് കാര്യമുണ്ടായി തോന്നുന്നു. കാരണം അടിപൊളി വ്യൂ ആണ് താഴേക്ക്. നമ്മൾ സേലം വഴി വന്ന ആ ഘാട്ട് പോലെ തന്നെ അതേ ഡീപ്പായിട്ടുള്ള ഘാട്ട് സെക്ഷൻ തന്നെയാണ്. പക്ഷേ റോഡ് അത്ര നല്ലതല്ല, വണ്ടികളുടെ മൂവ്മെൻറ്റും വളരെ കുറവാണ്. പക്ഷെ നല്ല രസമുണ്ട് കാണാൻ, ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ. ഞങ്ങളത് ഏർക്കാട് കഴിഞ്ഞ് ആ ചുരം വഴി ആ മല വഴി ഇറങ്ങി വന്നു. ആ മല വഴി ഇപ്പം അടുത്ത മല കയറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത ഘാട്ട് സെക്ഷൻ ഞങ്ങൾ ഇറങ്ങി, പിന്നെ നെക്സ്റ്റ് ഘാട്ട് സെക്ഷൻ കയറിക്കൊണ്ടിരിക്കുകയാണ്. എത്ര ദൂരമുണ്ട് കൃഷ്ണഗിരിക്ക് ഹൈവേയിലേക്കൊന്നും ഒരു ഐഡിയ അല്ല. എൻ്റെ പൊന്നു, നെവർ കം ഓൺ ദിസ് റോഡ്. ഏർക്കാട് ടു ബാംഗ്ലൂർ കം വയ സേലം ഓൺലി. വേറെ ഒരു ഷോർട്ട് കട്ട് ഉണ്ട്, ഒരു 40 കിലോമീറ്റേഴ്സ് ഷോർട്ട് കട്ട്. 40 കിലോമീറ്റേഴ്സ് കുറവുള്ള ഒരു റോഡുണ്ട്. ബട്ട് നെവർ യൂസ് ദിസ് റോഡ്. ഇത്ര മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പം റെക്കോർഡ് ചെയ്തില്ല ആ സമയത്ത് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഭയങ്കര മോശമായിരുന്നു റോഡ്, അതും ഒരു ചുരമായിരുന്നു. എങ്ങനെയാണ് ഇവിടെ താഴെ എത്തിയത് എനിക്കറിയത്തുള്ളൂ. കൂടെ ലഗേജും ഉള്ളതുകൊണ്ടായിരിക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഘാട്ട് സെക്ഷനൊക്കെ കഴിഞ്ഞ പോലെ ഉണ്ട്. അതാ കണ്ടില്ലേ, ഇപ്പം ഫ്ലാറ്റായിട്ടുള്ള സ്ഥലമെത്തി. എനിക്ക് തോന്നുന്നു നമ്മൾ കൃഷ്ണഗിരി എത്തുന്നവരെ ക്യാമറ ഓൺ ചെയ്തിടേണ്ടി വരും. കാരണം എന്നാ വ്യൂ ആ നോക്കിക്കേ, വെയിലത്ര ഉണ്ടെങ്കിലും എന്നാ വ്യൂ ആ, വെളി വ്യൂ എല്ലാം ആളെ ഒളി വ്യൂ ആണ്. നമ്മളിപ്പോൾ ബൊമ്മിടി എന്ന് പറയുന്ന സ്ഥലം കഴിഞ്ഞ് കാണുന്നില്ലേ നിങ്ങൾ? എന്താല്ലേ, വൺ ഓഫ് ദ ബെസ്റ്റ് റോഡ് ഇൻ ദിസ് ട്രിപ്പ്. റോഡിന് മാത്രമല്ല വ്യൂ കൂടി കൂട്ടിയിട്ട്. ഇങ്ങനെ റോഡാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ 1-2 ദിവസം കണ്ടിന്യൂസ് ഓടിക്കാം. ഇതേ കണ്ടീഷനുള്ള ഇത്ര നല്ല റോഡ്, ഇത്ര നല്ല വ്യൂ ആണെങ്കിൽ. ഐ ആം ദ വൺ ഹൂ ഹാസ് ടു ലീഡ്.
So I should better go in the front. ഓക്കെ, അപ്പോൾ നമ്മൾ സ്റ്റേറ്റ് ഹൈവേയും ചെറിയ പോക്കറ്റ് റോഡെല്ലാം കഴിഞ്ഞ് നമ്മളിപ്പോൾ മെയിൻ നമ്മൾ ബാംഗ്ലൂർ കൃഷ്ണഗിരി ഹൈവേയിൽ എത്തിയിട്ടുണ്ട്. ഇനി അങ്ങോട്ടേക്ക് സ്ട്രെയിറ്റ് ഹൈവേ തന്നെ. നല്ല റോഡാണ്, വീതി 4 ലൈൻ റോഡാണ്, എന്നാലും നല്ല റോഡാണ്. അങ്ങനെ പാച്ച് ചെയ്തിട്ടുള്ള റോഡ്സ് ഒന്നുമല്ല. ഇതേപോലത്തെ ഒരു മീഡിയം ട്രാഫിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ഇനി സ്ട്രെയിറ്റ് തന്നെ ഇതേപോലത്തെ 2 സൈഡിലും മലകളും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ബാക്കി എല്ലാവരും പിറകിൽ വരുന്നുണ്ട്. അത്രയ്ക്ക് തന്നെ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ. ബൈ.